നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ ഇന്നലെ ഒരു റൂള് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ റൂൾ എന്താണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് ഈ ചാനൽ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന്, ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കിതുപോലത്തെ വീഡിയോസൊക്കെ ഇനിയും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ടെലികമ്മ്യൂണിക്കേഷൻ കൊണ്ടുവന്നിരിക്കുന്ന റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വാട്സപ്പ്, ഷെയർ ചാറ്റ്, ജിയോ ചാറ്റ് പോലുള്ള ആപ്ലിക്കേഷനുകളിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മുടെ പേഴ്സണൽ നമ്പർ, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ നമ്പർ. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ നമ്പർ കൊടുത്തിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുകൾ ഇനി തുടർന്ന് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അക്കൗണ്ട് എടുത്തിരിക്കുന്ന ഫോണിൽ നമ്മളുടെ നമ്പറുള്ള, നമ്മുടെ ആ രജിസ്റ്റേർഡ് നമ്പറുള്ള സിമ്മ് ആ ഫോണിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമാണ് അത് തുടർന്ന് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ വാട്സപ്പിൽ നിങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ വാട്സപ്പ് ഉപയോഗിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ഫോണിൽ ആ നമ്പറുള്ള സിമ്മ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ ഒരു പുതിയ റൂൾ അവർ ഇന്നലെ കൊണ്ടുവന്നിട്ടുണ്ട്. ടെലഗ്രാമിനും ഇത് ബാധകമാണ്. ടെലഗ്രാമിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ബ്രൗസർ വഴി നമ്മളുടെ നമ്പർ കൊടുത്തിട്ട് എന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ അതൊക്കെ ഓരോ 6 മണിക്കൂർ കൂടുമ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് ലോഗൗട്ടായി പോകുന്ന രീതിയിലാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വാട്സപ്പ് വെബ് അങ്ങനെയുള്ള സർവീസുകളൊക്കെ ഓരോ 6 മണിക്കൂർ കൂടുമ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് ലോഗൗട്ടായി പോകുന്ന രീതിക്കാണ് ഇന്നലെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു റൂൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഉപയോഗിക്കുന്ന ആൾക്കാർ അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുള്ളൂ. ഓക്കെ, താങ്ക് യു.